പ്രകാശൻ മാസ്റ്റർക്ക് മറുപടി പറയാം. അതിനു മുമ്പ് ബഹുമാന്യനായ ജയചന്ദ്രൻ സാർ അദ്ദേഹം തരൂരിൻ്റെ പ്രാഗൽഭ്യത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു കോൺഗ്രസ് പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്കത് എതിർക്കേണ്ട കാര്യമില്ല. തരൂർ പ്രഗത്ഭനാണെന്ന് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് വിനീത വിധേയനായ ഖാർഗെ എന്നാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്? കോൺഗ്രസിൻ്റെ എലക്റ്റഡ് ആയിട്ടുള്ള പ്രസിഡന്റാണ് മല്ലികാർജുൻ ഖാർഗെ. ഒരു അംബേദ്കറൈറ്റ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ആർജവത്തോടെ സാമൂഹിക നീതിയുടെ രാഷ്ട്രീയം സംസാരിക്കുന്ന പാർലമെൻറ്റിൽ അടുത്ത കാലത്ത് ഖാർഗെ നടത്തിയ പ്രസംഗങ്ങളിലൂടെ ഒരു വട്ടം ജയചന്ദ്രൻ സാർ ഒന്ന് കണ്ണോടിച്ചിരുന്നെങ്കിൽ ഖാർഗെയെ അതിദുർബലെന്ന് ചിത്രീകരിച്ചുകൊണ്ട് തരൂരിന് പ്രഗത്ഭനാണെന്ന് പറയുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ തരൂരിൻ്റെ പ്രാഗൽഭ്യത്തെക്കുറിച്ച് പറഞ്ഞോ? എന്തടിസ്ഥാനത്തിലാണ് ഖാർഗെയെ പോലൊരു നേതാവിനെ സമീപകാലത്ത് സംഘപരിവാറിന് അതിൻ്റെ അടിത്തറയിൽ പോയി ആക്രമിച്ച ഒരാളെ വിനീത വിധേയനെന്ന് പറയാൻ അങ്ങേക്ക് കഴിയുന്നത്? പിന്നെ പ്രകാശൻ മാസ്റ്റർ പറയുന്നത് ഈ ശശി തരൂർ പറഞ്ഞതിൻ്റെ ഒരു ഭാഗം ഞങ്ങൾ ഉപയോഗിക്കുന്നതെന്നാണ്. ഒരു ഭാഗം നിങ്ങൾ ഉപയോഗിച്ചോ, അതിനെന്താണ് പ്രശ്നം? ശശി തരൂർ പറഞ്ഞത് ഒരു ഭാഗം അടർത്തിയെടുത്ത് ഉപയോഗിക്കുക. അപ്പുറത്ത് തന്നെ ശശി തരൂർ പറഞ്ഞ കാര്യമുണ്ടല്ലോ. ശശി തരൂർ പറയുന്നത് എന്താ? ഞാൻ പറഞ്ഞൊരു ആശയ പ്രതലത്തിലേക്ക് നിങ്ങൾ വരുന്നു എന്നാ. ശശി തരൂർ തുറന്ന വിപണിയുടെ ഒരു ആരാധകനാണ്. ഉദാരവൽക്കരണ നയങ്ങൾക്ക് വേണ്ടി വളരെ കൃത്യമായി സംസാരിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു CPM അതിൻ്റെ നയങ്ങളിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് വരുത്തിയിരിക്കുന്നു, CPM മാറിയിരിക്കുന്നു. അപ്പോൾ പോലും CPM മാറാനെടുത്തൊരു സമയത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. മുൻകാലങ്ങളിൽ CPMൻ്റെ നിലപാടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ രാഷ്ട്രീയമായി ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം വളരെ പ്രധാനമാണ്. DYFI പോകേണ്ടത് ആന്തൂർ സാജൻ്റെ വീട്ടിലേക്കാണെന്നേ. അദ്ദേഹം ഒരു പ്രവാസി വ്യവസായി മാത്രമല്ല, നിങ്ങളുടെ പാർട്ടി ബന്ധുവാണ്. പ്രകാശൻ മാസ്റ്റർ കണ്ണൂരിൽ നിന്ന് വരുന്ന ആളല്ലേ? ആന്തൂർ സാജനെ ഇവിടുത്തെ സംരംഭകത്വ വിരുദ്ധ സമീപനങ്ങളുടെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ആന്തൂർ സാജനെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഡ്രൈവറും തമ്മിലുള്ള അവിഹിതം പറഞ്ഞ് ആ കുടുംബത്തെ ദ്രോഹിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. സദാചാര പോലീസിംഗ് നടത്തുകയാണ് നിങ്ങൾ ചെയ്തത്. ആന്തൂർ സാജൻ്റെ വീട്ടിൽ പോയി മാപ്പ് പറഞ്ഞ്, ശവകുടീരത്തിൽ പോയി മാപ്പ് പറഞ്ഞ് നിങ്ങൾ ഈ സംരംഭകത്വ സമ്മേളനം നടത്താൻ DYFIയോട് പറയണം. ആന്തൂർ സാജൻ്റെ പേര് ആ സദസ്സിനിടണം, ആ നഗരിക്കിടണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ രാഷ്ട്രീയം എത്രമേൽ കപടമാണെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്താ? സംരംഭകത്തിൻ്റെ വികസന കാലം എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ തന്നെ പ്രസ്ഥാന ബന്ധുവായ പുറത്തു പോയി പണിയെടുത്ത് ഈ നാട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം സ്വരൂപിച്ച് ഈ നാട്ടിൽ കുറച്ച് ആളുകൾക്ക് തൊഴിൽ കൊടുക്കണമെന്ന് ആഗ്രഹിച്ച ആന്തൂർ സാജന് സംഭവിച്ചത് ഇവിടെയുണ്ട്. പിണറായി വിജയൻ സർക്കാരിൻ്റെ നയങ്ങളുടെ രക്തസാക്ഷിയാണ് അദ്ദേഹം. ആ രക്തസാക്ഷിത്വത്തെ ഇവർ കൈകാര്യം ചെയ്തത്, വീണ്ടും അദ്ദേഹത്തെ കുടുംബത്തെ ആക്രമിച്ചത്, അവിഹിത കഥകൾ ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾ അതിനോട് തുറന്ന ചർച്ചയ്ക്ക്, തുറന്ന സംവാദത്തിന് കോൺഗ്രസ് തയ്യാറാണ്. ഇതൊരു വിവാദമായി നടക്കുകയാണെങ്കിൽ ആ വിവാദത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. നിങ്ങൾക്ക് കണക്കുകൾ വെച്ച്, നിങ്ങളുടെ ഏക പിടിവള്ളി എന്ന് പറയുന്നത് ചില കണക്കുകളാണെന്നാണല്ലോ പറയുന്നത്. ശശി തരൂർ പറഞ്ഞാൽ നിങ്ങളെ പുകഴ്ത്തി എന്ന് പറയുന്നു, നിതിൻ ഗഡ്കരി പുകഴ്ത്തി എന്ന് പറയുന്നു. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഈ സംരംഭകത്വ കാര്യത്തിൽ ആന്തൂർ സാജൻ എന്ന ഒരൊറ്റ പേരും അത് കേരളത്തെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്കതിൽ ആത്മവിശ്വാസമുണ്ട്. DYFI നാളെ ഇത്തരം പരിപാടികളുമായി മുന്നിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ആവർത്തിച്ച് പറയാൻ പോകുന്നത് ആന്തൂരിലെ സാജനെ കുറിച്ചാണ്, സാജന്മാരെ കുറിച്ചാണ്. നമുക്ക് ഈ വിഷയത്തിൽ ഒരു തുറന്ന സംവാദത്തിന് കോൺഗ്രസ് തയ്യാറാണ്. പ്രതിപക്ഷ നേതാവാണ് അതാണ് പറഞ്ഞത്. കേരളത്തിലെ പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച്